Hi dear students, welcome back to Xylem Learning. Abdullah സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ്, ഹിസ്റ്ററിയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ട് റൂളിംഗ് ദ കൺട്രി സൈഡ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടാക്സസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് ബ്രിട്ടീഷേഴ്സ് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഇൻകം എന്ത് ചെയ്തിട്ടുള്ളത് ഇൻക്രീസ് ചെയ്യാൻ ട്രൈ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെത്തേഡ്സ് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ മെത്തേഡ്സ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ടും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഈ ഒരു 10 minutes നമുക്കൊരു 10 minute ഒരു വീഡിയോ ആയിരിക്കും. ഇതിൽ നമ്മൾ 3 ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ടാക്സ് സിസ്റ്റം അല്ലെങ്കിൽ റവന്യൂ കളക്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു 10 minutes നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഈ പറയുന്ന ഭാഗത്ത് എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, അത് ആൻസർ കൃത്യമായിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ക്ലാസ്സിനെ കുറിച്ചുള്ളത്, എല്ലാ മക്കളും എന്ത് ചെയ്യുക, ക്ലാസ് കഴിഞ്ഞ ശേഷം കമന്റ് ബോക്സിൽ എഴുതുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കുക. ഓക്കെ, മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്നെ ടോപ്പിക്കിലേക്ക് പോകാം. ഇവിടെ നമുക്ക് മെത്തേഡ്സ് ഓഫ് റവന്യൂ കളക്ഷൻസ് എന്നുള്ളതാണ് നമുക്ക് വന്നിട്ടുള്ളത്. 3 മെത്തേഡ്സ് ആണ് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ ഈസ് പെർമനന്റ് സെറ്റിൽമെന്റ്, ദെൻ റൈറ്റ് വാരി സിസ്റ്റം, ദെൻ മഹൽവാരി സിസ്റ്റം. ഇങ്ങനെ 3 സിസ്റ്റമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഈ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് റവന്യൂ കളക്ഷൻ എന്നുള്ളതിന് 3 മെത്തേഡ്സ് ആണുള്ളത്. പെർമനന്റ് സെറ്റിൽമെന്റ് ഉണ്ട്, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. ഓക്കെ, 3 സിസ്റ്റമാണ്. 3 സിസ്റ്റത്തിന്റെ പേര് എന്ത് ചെയ്യാം, മക്കൾ ആദ്യം മനസ്സിലൊന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ പെർമനന്റ് സിസ്റ്റം തന്നെ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ് തന്നെ നമുക്ക് 1793 ഈ ഒരു സെറ്റിൽമെന്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ലോർഡ് കോൺവാലിസ് ആണ് പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ആരാണ്? ലോർഡ് കോൺവാലിസ് ആണ് പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിന്റെ ഫീച്ചേഴ്സ് ആണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും ഒരു 5-6 പോയിന്റ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചെടുക്കാം. അതിൽ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതൊരു ജമീന്ദാരി സിസ്റ്റമാണ്. ആസ് പെർ പെർമനന്റ് സെറ്റിൽമെന്റ്സിൽ ടാക്സ് കളക്ട് ചെയ്തിരുന്ന ആരായിരുന്നു? ജമീന്ദാസ് ആയിരുന്നു, അല്ലെങ്കിൽ റെന്റ് കളക്ട് ചെയ്തിരുന്നത് ജമീന്ദാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആക്ച്വൽ ഫാമേഴ്സ് ടെനൻസ് ആയി മാറുന്നുണ്ട്. ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ പെസൻസിന്റെ കയ്യിൽ നിന്നും റെന്റ് കളക്ട് ചെയ്തിരുന്ന ആരായിരുന്നു? ജമീന്ദാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലാൻഡ് ഓണേഴ്സും ആര് തന്നെയായിരുന്നു, ലാൻഡ് ലോഡ്സും ആര് തന്നെയായിരുന്നു? ജമീന്ദാസ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റത്തിന് എന്ത് പേര് കൂടി വരുന്നത്, ജമീന്ദാരി സിസ്റ്റം എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രൊവിൻസ് ഓഫ് ബംഗാൾ, ബീഹാർ, ഒറീസ ആൻഡ് വാരണാസി. ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എവിടേക്കാണ് മക്കളെ? ബംഗാൾ, ബീഹാർ, ഒറീസ, വാരണാസി റീജൻസിലായിരുന്നു ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി ജമീന്ദാസ് വെർ റിക്കഗ്നൈസ്ഡ് ആസ് ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. നമ്മൾ പറഞ്ഞു ടാക്സ് കളക്ട് ചെയ്തിരുന്നത് ജമീന്ദാസ് ആയിരുന്നു. അപ്പോൾ ജമീന്ദാസ് എന്തായിട്ടാണ് റിക്കഗ്നൈസ് ചെയ്യപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ എന്തായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്? ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. അവർ ടാക്സ് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ റെന്റ് കളക്ട് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ലാൻഡിന്റെ ഓണേഴ്സ് ആയിരുന്നു ആര്? ജമീന്ദാസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ജമീന്ദാരി സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ജമീന്ദാസ് വെർ ഗിവൺ ദ റൈറ്റ് ടു കളക്ട് ദ റെന്റ് ഫ്രം ദ പെസൻസ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന പെസൻസിന് കയ്യിൽ റെന്റ് കളക്ട് ചെയ്യാനുള്ള പവർ ആർക്കാണ്, അല്ലെങ്കിൽ റൈറ്റ് ആർക്കാണ്? ജമീന്ദാസിനായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ while the zamindars became the owners of the land, actual farmers എന്തായി മാറും? ടെനൻസ് ആയി മാറും. അവരവിടുത്തെ കുടിയാന്മാർ മാത്രമാണ്. അവർക്ക് ലാൻഡിന് മേലെ യാതൊരു റൈറ്റും ഇല്ല, പവറും ഇല്ല. ജസ്റ്റ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യുക, ഒരു ചെറിയ ടെന്റ് കിട്ടി അവിടെ താമസിക്കുക. അല്ലാതെ കൂടുതൽ പവേഴ്സോ കാര്യങ്ങളോ ആർക്കും ഉണ്ടാവുന്നില്ല, ഫാമേഴ്സിന് ഉണ്ടാവുന്നില്ല. അപ്പോൾ ജമീന്ദാസ് ലാൻഡ് ഓണേഴ്സ് ആവുന്നതോടുകൂടി ആക്ച്വൽ ഫാമേഴ്സ് അവിടെ ആ ഒരു ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ചെയ്യുന്ന ഫാമേഴ്സ് എന്തായി മാറാണ്? അവിടുത്തെ ടെനൻസ് ആയി മാറാണ്. ഫാമേഴ്സിന്റെ ആ ഒരു എന്താ പറയുക, ലാൻഡിന് മേലുള്ള എല്ലാ ഓണർഷിപ്പും എല്ലാ റൈറ്റും എന്ത് ചെയ്യാണ്, അവിടെ ഇല്ലാതാവാണ് ചെയ്യുന്നത്. ഓക്കെ, the tax was to be paid even the time of the poor yield. ഇവിടുത്തെ ഒരു കുറെ അധികം ഡിമെറിറ്റ്സ് ഉണ്ട്. അതിൽ ഒരു ഡ്രോബാക്ക് ആണ് നമ്മളോട് പറയുന്നത്. ഇപ്പൊ പൂർ yield ആവുന്ന സമയത്ത്, അതായത് ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ക്രോപ്പ് ഡിസീസസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നു, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, ഈൽഡ് ഫെയിൽഡ് ആവാം, അല്ലെങ്കിൽ ക്രോപ്പ് ഫെയിലിയർ സംഭവിക്കും, ഈൽഡ് എന്താവും, പൂറാവും, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വിളവ് കുറയുന്ന സാഹചര്യം ഉണ്ടാവും അല്ലെ. അപ്പോഴും ടാക്സ് എന്ത് ചെയ്യണം, പേ ചെയ്യണം. കമ്പൽസറി ആയിട്ടും ഒരു പെർമനന്റ് ഫിക്സ്ഡ് എമൗണ്ട് എന്ത് ചെയ്യണം, ടാക്സ് ആയിട്ട് തന്നെ പേ ചെയ്യേണ്ടി വന്നിരുന്നു. എന്തിൽ? ഈ പറയുന്ന പെർമനന്റ് സെറ്റിൽമെന്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ്. ടാക്സ് എന്തായിട്ട് തന്നെ പേ ചെയ്യണം, ക്യാഷ് ആയിട്ട് തന്നെ പേ ചെയ്യണം. അപ്പോൾ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർമനന്റ് സെറ്റിൽമെന്റ്. അപ്പോൾ പെർമനന്റ് സെറ്റിൽമെന്റ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ലോർഡ് കോൺവാലിസ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഫിക്സ്ഡ് എമൗണ്ട് റെന്റ് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഫാമേഴ്സ് പേ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു
റവന്യൂ മെത്തേഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് കാണാൻ പറ്റുന്നത് മഹൽവാരി സിസ്റ്റം ആണ്. ഓക്കെ, മഹൽവാരി സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? ഹോൾട്ട് മെക്കൻസി ആണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ലേറ്റർ ദ സിസ്റ്റം വാസ് റിഫോംഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് വില്യം ബെന്റിംഗ്. വില്യം ബെന്റിങ്ങിന്റെ പീരീഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സിസ്റ്റം റിഫോം ചെയ്യുന്നുണ്ട്, കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ 1822 എന്താ പറയുക, ഹോൾട്ട് മെക്കൻസി ആണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? മഹൽവാരി സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ടാക്സ് കളക്ട് ചെയ്യുന്ന മെത്തേഡിൽ മാറ്റം വരുന്നുണ്ട്. നമ്മൾ പെർമനന്റ് സെറ്റിൽമെന്റ് പറഞ്ഞപ്പോൾ അവിടെ ആരായിരുന്നു ടാക്സ് കളക്ട് ചെയ്തിരുന്നത്? അല്ലെങ്കിൽ റെന്റ് കളക്ട്, അവിടെ എന്താ പറയുക, ഫാമേഴ്സിന് ആയിരുന്നു, ജമീൻദാസ് ആയിരുന്നു റെന്റ് കളക്ട് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു സിസ്റ്റം നമ്മൾ നോക്കാം, എങ്ങനെയായിരുന്നു ഈ ഒരു സിസ്റ്റം നമുക്ക് നോക്കാം. As in this system, the land was divided into mahals. ലാൻഡുകൾ മഹലുകളായിട്ട് ഡിവൈഡ് ചെയ്യാണ്. വില്ലേജ് ഗ്രൂപ്പ് ഓഫ് വില്ലേജുകളായിട്ട് എന്ത് ചെയ്യാണ്? ലാൻഡുകളെ ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഈച്ച് മഹൽ കോംപ്രൈസ് വൺ ഓർ മോർ വില്ലേജ്. ഒന്നിലധികമോ വില്ലേജ് എന്തുണ്ടാവും ഓരോ മഹലിലും നമുക്ക് കാണാൻ പറ്റും. മഹൽ മീൻസ് ഈ പറയുന്ന ലാൻഡ് ടാക്സ് കളക്ട് ചെയ്തിരുന്ന ആ ഒരു യൂണിറ്റിനെയാണ് എന്ത് പറയുന്നത്? മഹൽ എന്ന് പറയുന്നത്. Okay, the entire village was considered as a single unit for tax collection. ടാക്സ് കളക്ഷനുള്ള ഒരു യൂണിറ്റ് ആയിട്ടായിരുന്നു എൻറ്റയർ വില്ലേജിന് എന്ത് ചെയ്തിരുന്നത്? കൺസിഡർ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ മഹലുകളായിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഒന്നിലധികം വില്ലേജുകൾ കൂട്ടിച്ചേർന്നുകൊണ്ട് ആ ലാൻഡിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യാൻ അവിടുത്തെ വില്ലേജ് ഹെഡ്മാൻ ആണ് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ വില്ലേജ് കമ്മിറ്റിക്കാണ് റെസ്പോൺസിബിലിറ്റി. ഈ ഒരു സിസ്റ്റമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മഹൽവാരി സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ദ വില്ലേജ് ഹെഡ്മാൻ ഓർ വില്ലേജ് കമ്മിറ്റി വാസ് അസൈൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഓർ ടു ടാക്സ് കളക്ഷൻ. ടാക്സ് കളക്ഷനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഒന്നെങ്കിൽ വില്ലേജ് ഹെഡ്മാൻ ആണ്, അല്ലെങ്കിൽ വില്ലേജ് കമ്മിറ്റിക്കാണ് ടാക്സ് കളക്ട് ചെയ്യുക. ഈ ഒരു പറഞ്ഞ മഹൽവാരി സിസ്റ്റത്തിൽ ടാക്സ് കളക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി വില്ലേജ് ഹെഡ്മാൻ ഓർ വില്ലേജ് കമ്മിറ്റിക്കായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ ഓണർഷിപ്പ് റൈറ്റ്സ് ആർക്ക് തന്നെയാണ്? പെസൻസിന് തന്നെയാണ്. ജമീന്ദാർ സിസ്റ്റം അല്ലെങ്കിൽ പെർമനന്റ് സിസ്റ്റത്തിൽ നമുക്ക് ഓണർഷിപ്പ് ആർക്കായിരുന്നു? ജമീന്ദാസിനായിരുന്നു. പക്ഷെ ഇവിടെ ലാൻഡിന്റെ ഓണർഷിപ്പ് ആർക്ക് തന്നെയാണ്? പെസൻസിന് തന്നെയാണ്. ബട്ട് ഇവിടെയും എന്തുണ്ട്? ഡ്രോബാക്സ് ഉണ്ട്. നമുക്ക് നോക്കാം. ദ ടാക്സ് റേറ്റ് വാസ് എക്സസീവ് ഇൻ ദ സിസ്റ്റം ടു. ഈ സിസ്റ്റത്തിലും ഹൈ എമൗണ്ട് ഓഫ് എന്ത് ചെയ്യണം? ടാക്സ് പേ ചെയ്യേണ്ട സിറ്റുവേഷൻ ആർക്കുണ്ടായിരുന്നു? പെസൻസിന് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിലും എന്തുണ്ട്? യെസ്, കുറെ അധികം ഡിമെറിറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത സിസ്റ്റമാണ് റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപ്റ്റൻ അലക്സാണ്ടർ റെഡ് ആണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് 1820 ദെൻ തോമസ് മുൺറോ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സിസ്റ്റത്തിൽ കുറച്ചധികം ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. മുൺറോ സിസ്റ്റം എന്ന രീതിയിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. അപ്പൊ റൈറ്റ് വാരി സിസ്റ്റത്തിൽ നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. This was the primary land revenue system in South India. സൗത്ത് ഇന്ത്യയിലെ പ്രൈമറി ലാൻഡ് റവന്യൂ സിസ്റ്റം ആണെന്ത്? റൈറ്റ് വാരി സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മേജർ ഏരിയാസ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഇൻക്ലൂഡ് മദ്രാസ്, ബോംബെ, പാർട്ട് ഓഫ് ആസാം. മദ്രാസിലും ബോംബെയിലും ആസാമിലെ ചില പാർട്ടിലുമാണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന റൈറ്റ് വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഓണർഷിപ്പ് ആർക്ക് തന്നെയാണ്? ഓണർഷിപ്പ് റൈറ്റ്സ് ഹാൻഡഡ് ഓവർ ദ പെസൻസ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഈ റൈറ്റ് വാരി സിസ്റ്റത്തിലും ഓണർഷിപ്പ് ആർക്ക് തന്നെയാണ്? പെസൻസിന് തന്നെയാണ്, അല്ലെങ്കിൽ ഫാമേഴ്സിന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും. ബ്രിട്ടീഷ് ഗവൺമെന്റ് കളക്ടഡ് ടാക്സ് ഡയറക്ട്ലി ഫ്രം ദ പെസൻസ്. പെർമനന്റിൽ ജമീന്ദാസിന്റേതായിരുന്നു. ഇനി മഹൽവാരിയിലെ മഹൽ കമ്മിറ്റി അല്ല വില്ലേജ് കമ്മിറ്റി ഓർ വില്ലേജ് ഹെഡ്മാന്റേതായിരുന്നു. പക്ഷെ ഇവിടെ ഈ പറയുന്ന റൈറ്റ് വാരി സിസ്റ്റത്തിൽ പെസൻസിന്റെ കയ്യിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടാണ് ആര് ടാക്സ് കളക്ട് ചെയ്യുന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഇവിടെയും എന്താണ് ഒരു ഡ്രോബാക്ക്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണ്? എക്സസീവ് എമൗണ്ട് അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് എന്ത് ചെയ്യണം? ടാക്സ് പേ ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ ടോട്ടലി ഫാമേഴ്സ് എന്ത് ചെയ്യാണ്? വലിയ രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഈ പറയുന്ന എല്ലാ റവന്യൂ സിസ്റ്റത്തിലും നമുക്ക് കാണാൻ പറ്റും. ഫാമേഴ്സിന് എന്തുണ്ടായിരുന്നില്ല? ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് കുറേ അധികം നഷ്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നും ക്യാഷൊക്കെ ലെൻഡ് ചെയ്യുകയും അവരുടെ ലാൻഡൊക്കെ സീസ് ചെയ്ത് നഷ്ടപ്പെടുന്ന സിറ്റുവേഷനൊക്കെ ആര് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഫാമേഴ്സ് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ 3 ലാൻഡ് റവന്യൂ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ലാൻഡ് റവന്യൂ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 എണ്ണമാണ് പറഞ്ഞിരുന്നത്. പെർമനന്റ് സെറ്റിൽമെന്റ്, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. അപ്പൊ ഇത് 3 മക്കൾക്ക് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ലൈവ് ക്ലാസ്സസ് ഒക്കെ നമ്മുടെ യോധ ബാച്ചിൽ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബാച്ചിനെ കുറിച്ച് മക്കൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ബിക്കോസ് നിങ്ങൾ അറിയുന്നതാണ്. അപ്പോൾ ഇനിയും ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ താഴെ പോകുന്ന നമ്പർ ഉണ്ട്, ആ നമ്പർ പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്ലൈഡ്സും നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എക്സാമിനേഷൻ ഉണ്ടാവും, ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ എക്സാമിനേഷൻ ഉണ്ടാവും, അതിന്റെ ആൻസറും ലൈവായിട്ട് തന്നെ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അങ്ങനെ ലോട്ട്സ് ഓഫ് ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യാം? യെസ്, ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് അതും കൂടി എന്ത് ചെയ്യുക? അവിടെ അടയാളപ്പെടുത്തുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സസുമായിട്ട് വീണ്ടും കാണാം മക്കളെ. താങ്ക് യു ഓൾ, ബൈ.